നമസ്കാരം, മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറിപ്പോന്നോളി. തലയ്ക്കുമീതേ ശൂന്യാകാശം, താഴെ മരുഭൂമി, ഈടി വന്ന് പണിവെച്ചയ്യോ തീഹാറിൽ കിടക്കാം, വരും കാലം തീഹാറിൽ കിടക്കാം. കമലേ, ഞാൻ തീഹാറിലിരുന്ന് ഇനി ഭരിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. മോൾക്കുള്ള ബൂസ്റ്റും കൂടി പൊതിഞ്ഞെടു കേട്ടോ. സൂര്യപുത്രി ബൂസ്റ്റ് അല്ലേ കൂച്ചു. ഹേ താടിജി, യേ ക്യാ ഹുവാ? എൻ്റെ ബേട്ടി ബച്ചാവോ യോജന പൊളിഞ്ഞടിങ്ങിയോ? കറൽ മാസം മുത്തപ്പായത് SFIO ഇപ്പോൾ ഈടി. ഇനി ആ CBIയെ കൂടെ പറഞ്ഞു വിടടേ എൻ്റെ നെഞ്ചത്തേക്ക്. മുഖ്യൻ മോങ്ങൽ തുടങ്ങിയിട്ടുണ്ട്. ക്ലിഫ് ഹൗസിൽ വീണ മോളും കരച്ചിലോടെ കരച്ചില്ല. എന്നെ രക്ഷിക്കെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ലവന്മാർ എനിക്കിട്ട് ഇങ്ങനെ തന്നെ വെക്കുമെന്ന്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ തന്നെ എൻ്റെ ആസനത്തിൽ മുള കരച്ച് തേക്കുന്നോടെ നീയൊക്കെ കൂടെ എന്നാണ് മുഖ്യൻ്റെ കരച്ചിൽ. ഒരക്ഷരം ഞാൻ ആ മോദിജിയെ കുറിച്ച് പറഞ്ഞോ? കേരളത്തിൽ വന്ന് എന്നെ സ്വർണ്ണ കള്ളാന്ന് വിളിച്ചിട്ട് പോയി. ഞാൻ എന്തായാലും പറഞ്ഞോ? എല്ലാത്തിനും ചിരിച്ചോണ്ട് നിന്നില്ലേ ഞാൻ? 2 തവണ കേരളത്തിൽ വന്നപ്പോഴും ഞാൻ അങ്ങോട്ട് ചെന്ന് കുമ്പിട്ട് നിന്നതല്ലേ? എന്നോടിത് വേണ്ടായിരുന്നു ജി, എന്നോടിത് വേണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളിത് കേൾക്കുക. ഒരു വെടിക്ക് 3-4 പക്ഷിയെ വെടിവെച്ചിട്ടിരിക്കുകയാണ് ED. ഇവിടെ മാസപ്പടി അന്വേഷിക്കും, ദിപ്പുറത്ത് ഐസക്കച്ചായന്റെ മസാല ബോണ്ടിലും അന്വേഷണം, ദതിന്റെ ദപ്പുറത്ത് കരുവന്നൂരിലും ഒരു കലക്കും. അങ്ങനെ ആകെ മൊത്തത്തിൽ CPMന്റെയും തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെയും മൂട്ടിൽ ED വക ചെറിയ വെടി 4, വലിയ വെടി 4. EDക്കിപ്പോൾ വേറെ എവിടെ യുദ്ധമൊന്നും ഇല്ലേന്ന് ഗോവിന്ദമ്മാമന്റെ കരച്ചിൽ. കേജ്രിവാളിന്റെ നെഞ്ചത്തോട്ട് കയറിയപ്പോ അവിടെ നിങ്ങോട്ട് വരൂല്ലെന്നല്ലേ നമ്മൾ കരുതിയത്? വന്ന് CPMന്റെയും പുറത്തിൽ കയറി കൊത്തിയല്ലേ നീയൊക്കെ കൂടെ? നിനക്കൊക്കെ എന്തിന്റെ ഊക്കേടാണടേ? മര്യാദയ്ക്കൊന്ന് കക്കാൻ പോലും സമ്മതിക്കൂലേ? ഞാനും എൻ്റെ മോളും ചെറുതായിട്ടൊന്ന് കട്ടു. അത് മൈക്കിലൂടെ വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമോ ED? മൈക്കിലൂടെ വിളിച്ച് പറയുകയും ചെയ്യും. ഏച്ചനും മോൾക്കും തീഹാറിൽ ഓരോ സെല്ല് മാറ്റി വെക്കുകയും ചെയ്യൂന്ന് ED. വെള്ളമിറങ്ങാത്ത ചാകോടാ നീയൊക്കെ എന്ന് മുഖ്യൻ പരാകുന്നു. ക്ലിഫ് ഹൗസിൽ വീണമോളുടെ കരച്ചിൽ, എൻ്റെ മാസപ്പടി, എൻ്റെ എക്സാലോജിക്ക് എല്ലാം പോയി എന്ന് പറഞ്ഞ് നെഞ്ചത്തടി നിലവിളി. കട്ടതെല്ലാം യവന്മാര് പിടിച്ചോണ്ട് പോവുക മമ്മീന്നാണ് വീണമോളുടെ തേങ്ങൽ. മോള് പേടിക്കണ്ട, EDയെ നമ്മൾ കൈകാര്യം ചെയ്യൂന്ന് ഗോവിന്ദൻ മാമൻ. ആവുക, ചെന്ന് കയറിക്കൊടു. കേജ്രിവാളിന്റെ അവസ്ഥ കണ്ടില്ലേ ഗോവിന്ദൻ മാമ? വെറുതെ വിളിച്ച് പണി മേടിക്കാൻ നിൽക്കണ്ട. തെരഞ്ഞെടുപ്പ് വരുന്നോണ്ട് ED CBI എല്ലാ ഏജൻസികളെയും അഴിച്ചു വിട്ടേക്കുവാ ആ കേന്ദ്രം. ഭ്രാന്തെടുത്ത് നടക്കുമല്ലേ അവര്? അല്ലേലും ഗോവിന്ദമാമൻ പേടിക്കേണ്ട കാര്യമില്ല. മുഖ്യനല്ലേ ആള്. താടിക്കാരൻ ജിയുടെ കാല് പിടിച്ചിട്ടാണേലും എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കും. വേണേൽ തൃശ്ശൂരും തിരുവനന്തപുരവും കൊടുക്കാന്നും പറയും. അതാണല്ലോ ജിക്കും വേണ്ടത്. അതിനുവേണ്ടിയാണല്ലോ ജി ഇളക്കുന്നത് ഇവിടെ കിടന്നുകൊണ്ട്. അല്ല നാട്ടാർക്ക് വേണ്ടിയിട്ടൊന്നും അല്ലെന്ന് നമുക്കറിയാം കേട്ടോ. കോമഡി അതല്ലടേ. തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തേ പറ്റൂ, തൂക്കി അകത്തിടുമെന്ന് ED പറഞ്ഞു. ചെന്നല്ലെങ്കിൽ യവന്മാരെന്നെ അങ്ങ് മൂക്കി കയറ്റുമോന്ന് ഐസക് അച്ചായൻ. അച്ചായ വെറുതെ കയറി വെല്ലുവിളിക്കാൻ നിൽക്കല്ലേ, അവന്മാര് പിടിച്ചോണ്ട് പോകും. മുക്കിനെ കണ്ടോണ്ടാണ് ഈ തിളയ്ക്കുന്നതെങ്കിൽ തിളച്ചു വന്ന രക്തം വാങ്ങി വെച്ച് ക്ലിഫ് ഹൗസിൽ താടിക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് ആ മനുഷ്യൻ. ചുമ്മാ കയറി വെല്ലുവിളിച്ച് മുക്കിനെ കൂടി കുഴപ്പത്തിലാക്കരുത്. ഈടെയെ നമ്മൾ നേരിടുമെന്ന് ഗോവിന്ദൻ മാമന്റെ വാർത്താ സമ്മേളനം കേട്ടിട്ടാണ് ഇളകുന്നതെങ്കിൽ കാര്യത്തോട് അടുക്കുമ്പോൾ ഗോവിന്ദൻ മാമനും ഓടും. ഈടിക്കൊരു ബലിയാടാണ് വേണ്ടതെങ്കിൽ മുഖ്യൻ തന്നെ ഐസക് അച്ചായനെ അങ്ങ് ഇട്ടുകൊടുക്കും. മറ്റേ ശിവശങ്കറിന്റെ അവസ്ഥ കണ്ടല്ലോ. പിന്നെ അച്ചായന്റെ കാര്യം ഊഞ്ഞാല. മലയാളികളെ, നിങ്ങൾ അധികം മനക്കോട്ട കെട്ടാനൊന്നും നിൽക്കണ്ട. ഒന്നും സംഭവിക്കാൻ പോണില്ല. മുഖ്യൻ കോംപ്ലിമെന്റ്സ് ആക്കും. കേജ്രിവാളിനെ പിന്നെ തൂക്കി അകത്തിട്ടത് മൂപ്പര് ഒരു തരത്തിൽ അങ്ങോട്ട് വഴങ്ങാത്തോണ്ടാ. ഡബിൾ പക്ഷേ കരഞ്ഞു കാല് പിടിക്കും. വീണയും ഊരും, സ്വന്തം തടിയും ഊരും മുഖ്യൻ. ബാക്കി എല്ലാൻ്റെയും കാല് വാരും. അത് മുഖ്യന്റെ രക്തത്തിലുള്ളതാ. കൂടെ നിൽക്കുന്നവൻ്റെ ഒക്കെ കാല് വാരുന്നത്. ഇനിയും ഒരുപാട് കരച്ചിലുകൾ കുറേ ദിവസത്തേക്ക് കാണും. അപ്പം കാണാം.